എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന തിയോളജിക്കൽ വെർച്യൂസ്, ദൈവിക സുഹൃതങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ 1817 പഠിച്ചു. അതിനുശേഷം ഇപ്പോൾ 1818 വന്നിരിക്കുന്നു. എങ്കിലും ആ 1817 അവസാനത്തെ 2 വരി മാത്രം ഞാനൊന്ന് എടുക്കുകയാണ്. അത് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 6-7 വചനമാണ്. ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ സമർത്ഥമായി ചൊരിഞ്ഞു. അപ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവിനെ സമർത്ഥമായി ചൊരിഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഒന്ന് ആത്മശോധന ചെയ്തേ. ഇത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ചിലർക്കൊരു സംശയം, എൻ്റെ അകത്ത് ഈ പരിശുദ്ധാത്മാവുണ്ടെന്നുള്ളതിന് എന്ത് പ്രൂഫാണ്? ഞാൻ എന്തെല്ലാം തിന്മകൾ ചെയ്യുന്നു, അങ്ങനെ ഇരിക്കുന്ന ആളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകുമോ? അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വിശ്വാസം. തിന്മ ചെയ്ത നമ്മളെ തിന്മ ഏറ്റെടുത്ത് ഈശോ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞു. അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാവുന്നതിനും വേണ്ടിയാണത്. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലാണ്. അപ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കണം. ഇതൊരു വിശ്വാസ സത്യമാണ്. അയ്യോ, അങ്ങനെ എനിക്ക് കിട്ടുമോ? ഞാനങ്ങ് കിട്ടും. എങ്ങനെ കിട്ടും? നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു പീഡ സഹിച്ച് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന് നൽകിയതും. അവിടുത്തെ കൃപാവരത്താൽ. എന്താണ് കൃപ? ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുന്ന ആ അവസ്ഥയാണ് കൃപ. എന്താണ് കൃപ? കൃപ എന്നത് ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതാണ് കൃപ. അപ്പോൾ മാമുദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഇതെല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് എന്ത് ലഭിച്ചു? സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് എന്ത് ലഭിച്ചു? വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് എന്ത് ലഭിച്ചു? ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടും അയ്യോ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ജീവിക്കണ്ട, എനിക്കിങ്ങനെ ജീവിച്ചുകൊണ്ട് പ്രയോജനമില്ല, ഞാൻ മരിക്കണം, അല്ലെങ്കിൽ ഞാൻ ആകെ പോയി, എനിക്ക് രക്ഷ കിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം വിചാരിക്കുന്നത് പ്രത്യാശയില്ലായ്മയാണ്. ആ പ്രത്യാശ ഉണ്ടാകണം നമുക്ക്. കർത്താവ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ആ ചെയ്ത് കഴിഞ്ഞ കർത്താവും പരിശുദ്ധാത്മാവും കൃപാവരവും നമ്മളിലുണ്ട്. എന്നിട്ടും നമുക്ക് പ്രത്യാശയില്ല. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ സബ്ജക്റ്റ്, പ്രത്യാശ, ഹോപ്പ്. ആർക്കെങ്കിലും അങ്ങനെ പ്രത്യാശയില്ലായ്മയുണ്ടെങ്കിൽ അവരിപ്പോൾ ഒറ്റ നിമിഷം അവർ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട്, കർത്താവേ എന്നോട് ക്ഷമിക്കണേ, ഞാൻ വിശ്വസിക്കുന്നു നീ എന്നിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ടൊന്ന് കുരിശ് വരച്ച് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ. രക്ഷിച്ചു ഞങ്ങളുടെ തമ്പുരാനെ. തമ്പുരാൻ എവിടെയുണ്ട്? തമ്പുരാൻ നമ്മുടെ ഉള്ളിലുണ്ടോ? ഉണ്ട്. വിശ്വസിക്കൂ. ആരാണ് ഈ തമ്പുരാൻ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള തമ്പുരാൻ നമ്മുടെ ഉള്ളിലുണ്ടോ? ഉണ്ട്. വിശ്വസിച്ചേ ഉണ്ടോ? ഇപ്പോഴേ പ്രത്യാശ വരികയാണ്. അതാണ് മര്യാദയ്ക്ക് കുരിശ് വരയ്ക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. മര്യാദയ്ക്ക് കുരിശ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഓടിച്ചിങ്ങനെ കുരിശ് വരയ്ക്കുകയല്ല. ഒന്ന് കുരിശ് വരച്ച് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ച് ഞങ്ങളുടെ തമ്പുരാനെ. ഉണ്ടോ? ശത്രു എവിടെയാണ്? നമ്മുടെ അകത്ത് തന്നെയാണ്. തമ്പുരാൻ എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണ്. ആ തമ്പുരാൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? തമ്പുരാൻ നമ്മുടെ ഉള്ളിലുണ്ടോ? ഉണ്ട്. എന്താ തെളിവ്? അതാണ് നമുക്ക് മനസ്സിലാകാത്ത കാര്യം. എന്താ തെളിവ്? നീ ശ്വസിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. നിന്റെ ശ്വാസം തന്നെ തമ്പുരാൻ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ദൈവം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്. കാരണം ദൈവം നമ്മളിലേക്ക് തൻ്റെ അസ്തിത്വത്തെ നിവേശിപ്പിച്ചത് ശ്വാസത്തിലൂടെയാണ്. അപ്പോൾ മുതൽ നമ്മൾ ശ്വസിക്കാൻ തുടങ്ങി. ആ ദൈവം നമ്മളുടെ അസ്തിത്വത്തിൽ നിന്ന് വിട്ടു പോകുമ്പോൾ ശ്വാസം ഉണ്ടാവില്ല. പ്രൈസ് ദി ലോർഡ്. നല്ല ഐഡിയ ഇല്ലേ? നല്ല ഐഡിയ ഇല്ലേ? ദൈവം നമ്മുടെ അകത്തുണ്ടോ? ഉണ്ട്. എന്താ അതിൻ്റെ പ്രൂഫ്? നമ്മൾ ശ്വസിക്കുന്നത്. സങ്കീർത്തനം 104:24 എന്താ? അങ്ങ് ജീവശ്വാസമയച്ചപ്പോൾ ഞാൻ സൃഷ്ടിക്കപ്പെട്ടു.
അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. അങ്ങ് ജീവശ്വാസമയച്ചപ്പോൾ, കണ്ടോ, അങ്ങ് ജീവശ്വാസം അയച്ചത് കൊണ്ടാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ദൈവം നമ്മളിൽ ഉണ്ടെന്നുള്ളതിന് എന്താ പ്രൂഫ് എന്ന് ചോദിച്ചാൽ, ഇതാണ് ആദ്യത്തെ പ്രൂഫ്. കർത്താവേ, അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. സകല സൃഷ്ടികളും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ജീവൻ നൽകിയതുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതും ജീവശ്വാസം അവനിലേക്ക് കർത്താവ് അയച്ചതുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഒരവസ്ഥ ചിലപ്പോൾ ഇങ്ങനെ വരാം: എവിടെ ദൈവം? ദൈവം എന്നിലുണ്ടോ? ദൈവം നമ്മളിലുണ്ടോ എന്നുള്ളതിന് എന്താ പ്രൂഫ് എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ പ്രൂഫ് ഇതാണ്: അങ്ങ് ജീവശ്വാസം അയച്ചപ്പോൾ. അങ്ങ് നമ്മൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളിലുള്ളത് കൊണ്ടാണ്. ഇനി സകല സൃഷ്ടികളെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ പിതാവാണ്, സൃഷ്ടാവാണ്. എന്നാൽ കുറെ കൂടി പ്രത്യേകമായ രീതിയിൽ നമ്മളെ ദൈവമക്കളാക്കുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര പീഡാനുഭവ സഹനത്തിലൂടെ ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ മേൽ ചൊരിഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധമായി ചൊരിഞ്ഞതിലൂടെ ഒരു പ്രത്യേകമായ രീതിയിൽ നമ്മൾ ദൈവമക്കളായിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തിലൂടെ. നമ്മുടെ ഈ ക്ലാസ് കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിച്ച് കഴിഞ്ഞവരാണ്. അങ്ങനെ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളെ ദൈവം സ്വന്തമാക്കിയിരിക്കുന്നു. ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുന്നു. കാരണം നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. വിശ്വസിക്കുന്നുവോ? ത്രിത്വൈക ദൈവം നമ്മളിലുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യാശയുടെ ഡെവലപ്മെൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് തോന്നും ചില നേരത്ത് നമ്മളങ്ങ് ആകെ നശിച്ചു പോണ മാതിരി, നമ്മളൊന്നുമില്ലാത്ത മാതിരി, നമ്മൾക്കാരുമില്ലാത്ത മാതിരി, നമ്മളാകെ ശൂന്യമായ മാതിരി എല്ലാം തോന്നുമ്പോൾ കർത്താവ് ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണം. നീ ആരെയാണ് നോക്കണമെന്ന് അറിയണം. നീ ഇപ്പോഴും എന്നെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, അതോ നിൻ്റെ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് വേറെ എവിടെയെങ്കിലും നീ ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങനെ എല്ലാം ഉണ്ടാകുമ്പോഴും കർത്താവേ, ഞാൻ നിന്നിൽ മാത്രം ആശ്രയിക്കുന്നു. നീ മാത്രം മതി എനിക്ക്. നീ മാത്രമാണ് എൻ്റെ ആശ്രയം. ഇതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ ഈ പ്രത്യാശയിലാണ് നമ്മൾ വളരേണ്ടത്. പ്രത്യാശയാണ് നമ്മളെ രക്ഷിക്കുന്നത്. ആ വചനം കണ്ടോ, റോമർ 8:24. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. ഉണ്ടോ? ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയല്ല. ഞാൻ കാണുന്നതിനെ ഒരുവൻ എന്തിനു പ്രത്യാശിക്കണം? എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കാം. 1818 കാറ്റക്കിസം പുസ്തകമുള്ളവർ തുറന്നു വെച്ചുകൊണ്ട് ഇത് വായിക്കണം. ദൈവം ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിക്ഷേപിച്ച സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള അഭിവാഞ്ഛയോട് പ്രത്യാശ എന്ന സുഹൃതം പ്രത്യുദ്ധരിക്കുന്നു. ദൈവം ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ, കണ്ടോ, CCCL 1818 വായിച്ചിരിക്കുന്നു. സാവധാനം വായിച്ച്, ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിക്ഷേപിച്ച സൗഭാഗ്യത്തിന്. എന്താണ് നിക്ഷേപിച്ച സൗഭാഗ്യം? 27ാമത്തെ ഖണ്ഡികയിലേക്കൊന്ന് പോകാട്ടോ. 27, അത് വളരെ മനോഹരമാണ്. 27, ദൈവം നമ്മെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്നുള്ളതൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 27, ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യ ഹൃദയങ്ങളിൽ രേഖപ്പെടുത്തിപ്പെട്ടിരിക്കുന്നു. കാരണം ശ്രദ്ധിക്കണം, മനുഷ്യൻ ദൈവത്താലും ദൈവത്തിന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവനാണ്. പ്രൈസ് ദ ലോർഡ്. ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ്. ഞാൻ യുവതീവാക്കളോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ദൈവം നമ്മളെ എന്തിനു സൃഷ്ടിച്ചു? എല്ലാവരോടും ചോദിക്കണം ഇത്. എല്ലാ ദിവസവും നമ്മൾ ചോദിക്കണം ഇത്. ദൈവം എന്നെ എന്തിനു സൃഷ്ടിച്ചു? നമ്മൾക്ക് ഇത് ഇങ്ങനെ എല്ലാ ദിവസവും ഒന്ന് ചോദിക്കാം. നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും എല്ലാ ദിവസവും ഒന്ന് ചിന്തിക്കുക, ദൈവം എന്നെ എന്തിനു സൃഷ്ടിച്ചു? ദൈവം ചുമ്മാ അങ്ങ് മാസ്കേലായിട്ട് ഇങ്ങനെ പ്രൊഡക്ഷൻ ചെയ്തിട്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്യാം. ഒരു തോമസ് പോൾ, ഒരു മിനി മാത്യു, ഒരു പ്രിൻസി ഫിലിപ്പ്, ഇവരെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും നമുക്ക് വെക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ മുൻകൂട്ടി തന്നെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. നമുക്ക് പ്രത്യാശ ഇല്ലാണ്ടാവുന്നതിൻ്റെ കാരണം നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തില്ല,
നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ള ചിന്ത കൊണ്ടാണ്. നമ്മൾ പരാജയപ്പെട്ടാൽ പോലും നമ്മൾ ചിന്തിക്കേണ്ടത് പരാജയപ്പെട്ട ആളെ ദൈവം കയ്യിൽ ഉയർത്തുമെന്നാണ് ചിന്തിക്കേണ്ടത്. ദൈവം മനുഷ്യനെ ദൈവത്താലും ദൈവത്തിന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവനാണ്. തന്നിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിൽ നിന്ന് ദൈവം ഒരിക്കലും വിരമിക്കുന്നില്ല. മനുഷ്യൻ നിരന്തരം അന്വേഷിക്കുന്ന സത്യവും സൗഭാഗ്യവും ദൈവത്തിൽ മാത്രമേ അവൻ കണ്ടെത്തുകയുള്ളൂ. മനുഷ്യൻ നിരന്തരം അന്വേഷിക്കുന്ന സത്യവും സൗഭാഗ്യവും, അതാണ് ഇവിടുത്തെ നമ്മുടെ വിഷയം. എന്താണ് സൗഭാഗ്യം? നമ്മൾ 1818 വരുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം. ദൈവം ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിക്ഷേപിച്ച സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള അഭിവാജ്ഞയോടെ പ്രത്യാശ എന്ന സുഗതം പ്രത്യധരിക്കുന്നു. എൻ്റെ ജീവിതത്തിലുണ്ടായ, ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു കണ്ടെത്തൽ, ഇത് നമ്മൾ സാധാരണ പാടാറുള്ള ഒരു പാട്ടാണില്ലേ, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, ഹലോ, കടലുകൾ കടന്നു ഞാൻ അലഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ. ഒന്നെല്ലാവരും ഒന്ന് പാടിക്കോ. എനിക്കറിയില്ല അതിൻ്റെ മുഴുവൻ ടെക്സ്റ്റ്, നിങ്ങൾ തന്നെ പാടിയാൽ മതി. എന്നിട്ട് അവസാനം അവിടെ എല്ലാം അന്വേഷിച്ച് നടന്നു. ഇത് അഗസ്തീനോസിൻ്റെ കരച്ചിലാണ്. ഓ വാട്ട് എ wretched man I am, what a foolish man I am, I was searching you everywhere, but I found you at last in me. അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു. കണ്ടോ, അവിടെയാണ് ഈശ്വരൻ്റെ വാസം. സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപമെന്നല്ല. അപ്പോൾ നമ്മളിൽ വസിക്കുന്ന ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഞാനത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എന്നെ ആദ്യം സ്പർശിച്ച വചനം ഇതാണ്: നിങ്ങളിതറിയുന്നില്ലേ, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല എന്ന് നിങ്ങളിതറിയുന്നില്ലേ? നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയം. എന്തിപ്പണ് ഞാൻ ശരിയാണല്ലോ, പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു, ത്രിത്വൈകതയിൽ എന്നിൽ വസിക്കുന്നു, ഞാനൊരു ആലയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരാണ്? നിങ്ങളിതറിയുന്നില്ലേ? നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല എന്ന് പറയുന്നില്ലേ? അതാണ് എന്നെ കൂടുതൽ സ്പർശിച്ചത്. ഞാൻ എൻ്റെ സ്വന്തമല്ല, ഞാൻ ആരുടെയാ? അതാണ് 27 നമ്മൾ കേട്ടത്. കാറ്റഗിസ് 27 എന്താ പറഞ്ഞത്? ദൈവം മനുഷ്യനെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. 1 കൊറിന്ത്യർ 6:19. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. കേട്ടോ, ഒന്നാലോചിച്ച്. ഇത് എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ച ഒരു വാക്കാണ്. അന്ന് മുതൽ എൻ്റെ ജീവിതം ഒരു പ്രത്യേക ജീവിതമാണ്. ഞാൻ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തോടുള്ള പ്രാർത്ഥന മാറ്റി എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന ഈശോയെ, എന്നിൽ വസിക്കുന്ന ദൈവമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രാർത്ഥന പാടെ മാറി. ഞാൻ കരങ്ങൾ ഉയർത്തി സ്വർഗത്തിൽ ആകാശത്തിന് മുകളിലാണ് സ്വർഗമെന്ന് വിചാരിച്ചിരുന്നത്. എനിക്ക് മനസ്സിലായി, സ്വർഗം ആകാശത്തിന് മുകളിലുള്ളൊരു സ്ഥലമല്ല. സ്വർഗം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എവിടെ വസിക്കുന്നുവോ അവിടെയാണ് സ്വർഗം. എൻ്റെ ഹൃദയത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്ന ആലയമാണ് ഞാൻ. എൻ്റെ ശരീരം ഒരു ദേവാലയമാണ്. സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് ഏറ്റുപറഞ്ഞേ, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. അതെത്രയാണ്? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങളുടെ സ്വന്തമല്ല എന്നുള്ള കാര്യം ഒന്ന് സമ്മതിക്കാമോ? കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചു. നമ്മൾ ദൈവത്തിൻ്റേതാണ്. നമ്മളാണോ നമ്മളെ സൃഷ്ടിച്ചത്? നമ്മുടെ മക്കളെ സൃഷ്ടിച്ചത് നമ്മളാണോ? ചിലർ നമ്മുടെ മക്കളെക്കുറിച്ച് ഭയങ്കര ആകുലതയാണ്. ഈ മക്കൾ ആരുടെയാ? നമ്മളുടേതാണോ? ഈ മക്കളെ ആരാ സൃഷ്ടിച്ചത്? ഈ മക്കൾ നിങ്ങളുടെ ഗർഭത്തിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് ഒരു തലമുടിതാര് പോലും അതിന് നിങ്ങൾക്ക് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുമോ? അത് കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കണം.
നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം അവരോ ഇവരോ ഒന്നുമാണെന്ന് ചിന്തിക്കരുത്. നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ വേണ്ടിയാണ്. ഒരു കണ്ണുപൊട്ടനെ അടുത്ത് വന്നപ്പോൾ, അവനെ കൊണ്ടുവന്നപ്പോൾ ആളുകൾ ചോദിച്ചു, കർത്താവേ, ഇവൻ ഈ അന്ധനായത് ആരുടെ പാപം കാരണമാണ്? കർത്താവ് പറഞ്ഞു, ഇത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെ ഒന്നും പാപമല്ല, ദൈവത്തിൻ്റെ മഹത്വം കാണാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് മണ്ണെടുത്ത് ചെളി എടുത്ത് കായിൽ ഇങ്ങനെ കുഴച്ചുകൊണ്ട് തുപ്പി. എന്താ ഈ തുപ്പലിൻ്റെ അർത്ഥം? മണ്ണ് മനുഷ്യൻ്റെ ഉത്ഭവാവസ്ഥയാണ്. മനുഷ്യൻ്റെ ഉത്ഭവാവസ്ഥയിലുള്ള കളങ്കത്തിൻ്റെലേക്ക് ദൈവത്തിൻ്റെ കൃപയാകുന്ന, ദൈവത്തിൻ്റെ ആദരത്തിൽ നിന്ന് ആ കൃപയെ അതിൽ ചേർത്ത് ലയിപ്പിച്ചുകൊണ്ട് കണ്ണിൽ പുരട്ടി കഴിഞ്ഞിട്ട് പറഞ്ഞ ശിലോഹാക്കുളത്തിൽ കൊണ്ടുപോയി അവനെ കഴുകാൻ പറഞ്ഞു. കഴിഞ്ഞപ്പോൾ അവൻ നല്ല കൃത്യമായി കാണുന്നു. അതിനൊക്കെ ഭയങ്കര അർത്ഥമാണ്. അപ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട പ്രത്യാശ ഇതാണ്. ദൈവം ഓരോ മനുഷ്യൻ്റെയും 818 തിരിച്ചു വരാം. ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിക്ഷേപിച്ച സൗഭാഗ്യത്തിനു വേണ്ടിയുള്ള അഭിവാഞ്ഛയോട് പ്രത്യാശ എന്ന സുഹൃതം പ്രത്യുത്തരിക്കുന്നു. അത് മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ പ്രചോദിപ്പിക്കുന്ന പ്രതീക്ഷകളെ ഉൾക്കൊള്ളുകയും അവയെ സ്വർഗരാജ്യോന്മുഖമാക്കുന്നതിന് വേണ്ടി ശുദ്ധീകരിക്കുക. സ്വർഗരാജ്യോന്മുഖം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ മുകളിലോട്ട് പോകരുത്. എനിക്ക് തന്നെ മുകളിലോട്ട് പോയില്ലേ. സ്വർഗരാജ്യോന്മുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമ്മുടെ ഹൃദയത്തിലൊരു സൗഭാഗ്യം വസിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ത്രിത്വൈക ദൈവം വസിക്കുന്നു. അതാണ് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള തമ്പുരാനെ കണ്ടോ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എവിടെ തമ്പുരാൻ? നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന തമ്പുരാൻ. സ്വർഗരാജ്യോന്മുഖം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ ഹൃദയത്തിൽ സ്വർഗം വസിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. ദൈവം നമ്മോടുകൂടെ. ഈ എല്ലാ വിശുദ്ധന്മാരുടെയും ജീവിതം, ഈ അഗസ്തീനോസ് എന്തോ ഒരു വലിയ പാപിയായിരുന്നു. എന്നാൽ അദ്ദേഹം അതിനുശേഷം ആ സ്വർഗം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ, ത്രിത്വൈക ദൈവം എന്നിൽ തന്നെയാണ്, തന്നിൽ തന്നെയാണെന്നുള്ള രഹസ്യം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ, ത്രിത്വത്തെക്കുറിച്ച് ഏറ്റവും വലിയ ലിഖിതങ്ങൾ എഴുതുകയും സഭയെ പഠിപ്പിക്കുകയും ചെയ്ത സഭയുടെ ഏറ്റവും വലിയ ഒരു പിതാവായിട്ട് മാറിയില്ലേ? എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഇതെല്ലാം കിട്ടിയത്? വസിക്കുന്നു, നമ്മുടെ ഉള്ളിൽ തന്നെ വസിക്കുന്നു ഈ സകലതും. കാരണം നമ്മൾ ദൈവവും ഒന്നായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ദൈവത്തിൽ നിന്ന് നമ്മളെയോ നമ്മളിൽ നിന്ന് ദൈവത്തെയോ ആർക്കും മാറ്റാൻ പറ്റില്ല. അതാണ് മനുഷ്യാവതാര രഹസ്യം. ദൈവം മനുഷ്യനായി എന്നതിൻ്റെ അർത്ഥം മനുഷ്യവംശവുമായിട്ട് ഒന്നായിരിക്കുന്നു. CCC 521 നടുവിലെ ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്, മനുഷ്യാവതാരത്തിലൂടെ ദൈവപുത്രൻ ഒരു വിധത്തിൽ ഓരോ മനുഷ്യനുമായി സംയോജിച്ചിരിക്കുന്നു. 469 തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭയേറ്റ് പറയുന്നു. തൻ്റെ ദൈവത്വത്തിനും കർത്തൃത്വത്തിനും ഭംഗം വരാതെ മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവപുത്രൻ. നമ്മുടെ സഹോദരനാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരവസ്ഥയാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവ്. വരുവിൻ 1918 തിരിച്ചു വരാം. സ്വർഗരാജ്യോന്മുഖമാകുന്നതിന് വേണ്ടി ശുദ്ധീകരിക്കുകയും മനുഷ്യനെ വീഴ്ചയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. കണ്ടോ, മനുഷ്യനെ വീഴ്ചയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ എപ്പോഴും കാണിക്കാറുള്ളൊരു ഉദാഹരണം വീണ്ടും കാണിക്കുകയാണ്. കണ്ടോ, ഈ പേന നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളെവിടെയാണ്? നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചു, നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ പ്രത്യാശ. നമ്മളെ ദൈവം സൃഷ്ടിച്ചു, നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇനി നമ്മൾ തളർന്നു വീണു, അപ്പോൾ നമ്മളെവിടെയാ? അപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. ഇപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? എടാ മോനെ തോമസേ, നീ വിഷമിക്കണ്ട, നിൻ്റെ ബലഹീനതകളും നിൻ്റെ പാപവും എല്ലാം എനിക്കറിയാം. ഞാൻ നിന്നെ വിശുദ്ധീകരിക്കും, നിന്നെ നേരെയാക്കും. കണ്ടോ, ഇത് വീണ്ടും നിങ്ങൾ ഇങ്ങനെ കയ്യിലൊരു പേന എടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യൂ. നിങ്ങളെപ്പോഴും ദൈവത്തിൻ്റെ കയ്യിലാണ്.
നമ്മൾ ഏതവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പ്രത്യാശിക്കുവിൻ. ദൈവം നമ്മുടെ പുറത്തല്ല, ദൈവം നമ്മുടെ അകത്താണ്. ദൈവം നമ്മളിലും നാം ദൈവത്തിലുമാണ്. നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നാം. കണ്ടോ? അപ്പോൾ അതാണ് സ്വർഗരാജ്യോന്മുഖമാകുന്നതിന് വേണ്ടി. അപ്പോൾ സ്വർഗരാജ്യോന്മുഖം എന്ന് പറഞ്ഞാലും ഇതാണ് മനസ്സിലാക്കേണ്ടത്. എന്താ സ്വർഗരാജ്യോന്മുഖം? ഈശോ തന്നെ പറഞ്ഞു, സ്വർഗരാജ്യം തേടി അവിടെയോ ഇവിടെയോ നിങ്ങൾ പോകണ്ട, അത് നിങ്ങളുടെ മധ്യത്തിൽ തന്നെ ഉണ്ട്. ലൂക്ക 17:21. ആ ലൂക്ക 17:21 ഫുട് നോട്ടിലാണ് എന്നിട്ട് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ മധ്യത്തിലുണ്ട് എന്ന് പറയണത് നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നും വിവർത്തനം ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ നിങ്ങളിൽ തന്നെ ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മളിൽ തന്നെ ദൈവരാജ്യമുണ്ട് എന്നതിൻ്റെ മറ്റൊരവസ്ഥ ഇതാണ്, നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നാം. കണ്ടോ? നാം ദൈവത്തിലും ദൈവം നമ്മിലും. അതെപ്പോഴും മറന്നു പോകരുത്. നാം ദൈവത്തിൽ, ദൈവം നമ്മിൽ. ദൈവം നമ്മളിലുണ്ട് എന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ, നാം ദൈവത്തിലുണ്ട്. അങ്ങനെയാണ് സ്വർഗരാജ്യത്തിൻ്റെ ഭൂമിയിൽ നമ്മളോടൊപ്പമുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗരാജ്യോന്മുഖമാകുന്നതിന് വേണ്ടി ശുദ്ധീകരിക്കുകയും, അപ്പോൾ ദൈവം നമ്മളിൽ വന്നിരിക്കുന്നത് എന്തിനാണ്? ആദ്യം ദൈവം നമ്മളിൽ വരുന്നത്, ആദ്യം തന്നെ നമ്മൾ ദൈവം ചെയ്യുന്നത് കണ്ടോ? ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് ആദ്യം എന്താ ചെയ്തത്? കാല് കഴുകി അവരെ വിശുദ്ധീകരിക്കുകയാണ്. ദൈവം തന്നെ നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. ഈശോ തന്നെ മനുഷ്യരുടെ കാല് കഴുകുകയാണ്. പത്രോസ് പറഞ്ഞു, അയ്യോ കർത്താവിൻ്റെ കാലുകളും ഇത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. കാരണം നിനക്ക് നിന്നെ കഴുകാൻ പറ്റില്ല. ഞാൻ ദൈവം വന്നിരിക്കുന്നത് പരമപരിശുദ്ധനായ എനിക്ക് നിന്നെ കഴുകാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ വിശുദ്ധീകരിക്കുന്നതിനും മനുഷ്യനെ വീഴ്ചയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ വീഴാതെ ശുദ്ധീകരിക്കും, ഇനി വീണാലും ശുദ്ധീകരിക്കും. ഇനി അപ്പോൾ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വീണ് കഴിഞ്ഞതിന് ശേഷം ശുദ്ധീകരിക്കുന്നു. ഇനി അതിനടുത്തത് വീഴ്ചയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. പരിത്യക്തനാകുമ്പോഴെല്ലാം അത് അവനെ താങ്ങി നിർത്തുകയും, കണ്ടോ? ഇപ്പം ഞാൻ ആ പേന കാണിച്ചത്, അവനെ താങ്ങി നിർത്തുകയും ശാശ്വത സൗഭാഗ്യത്തിൻ്റെ പ്രതീക്ഷയിൽ അവൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുകയും ചെയ്യുന്നു. ശാശ്വത സൗഭാഗ്യം, നിത്യജീവൻ്റെ പ്രതീക്ഷയിൽ നമ്മളെ ഹൃദയത്തെ തണുപ്പിക്കുകയും പ്രത്യാശയുടെ പ്രചോദനം. ഒരിക്കൽ എനിക്കൊരു ഭയാനകമായ അവസ്ഥ ഉണ്ടായപ്പോൾ ഞാനങ്ങ് വിഷമിച്ചു പോയി. അപ്പം പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു ഒച്ച കേൾക്കുകയാണ്, നിൻ്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിലും വിശ്വസിക്കുക എന്ന് പറയുകയല്ല, എന്നിലുള്ള അസ്വസ്ഥത മുഴുവനും അങ്ങ് എന്നേക്കുമായിട്ട് പോയി. ഹല്ലേലൂയ. അപ്പോൾ നിൻ്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. അപ്പോൾ അവിടെ പറയുകയാണ്, ശാശ്വത സൗഭാഗ്യത്തിൻ്റെ പ്രതീക്ഷയിൽ അവൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുകയും ചെയ്യുന്നു. പ്രത്യാശയുടെ പ്രചോദനം അവനെ സ്വാർത്ഥതയിൽ നിന്ന് സംരക്ഷിക്കുകയും സ്നേഹത്തിൻ്റെ ഫലമായ സൗഭാഗ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പ്രത്യാശയുടെ പ്രചോദനം, നമുക്കുണ്ടാകേണ്ട പ്രത്യാശ ദൈവത്തിൽ മാത്രമാണ് പ്രത്യാശ വയ്ക്കേണ്ടത്. ആ ദൈവം നമ്മളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് പ്രത്യാശ. അപ്പോൾ നമ്മൾ ചിലപ്പം വിചാരിക്കും, ഈ പുണ്യസ്ഥലത്ത് പോയാൽ ശരിയാവും, ഈ ധ്യാനകേന്ദ്രത്തിൽ പോയാൽ ശരിയാവും, ഇന്ന ആളുടെ അടുത്ത് പോയാൽ ശരിയാവുമായിരിക്കും. പക്ഷെ അതിനു മുൻപ് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മിൽ തന്നെ ദൈവം വസിക്കുന്നു. നമ്മൾ എങ്ങും പോകേണ്ട ആവശ്യമില്ല. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 32-ാമത്തെ വചനം പറയുന്നത് ഇതാണ്, എൻ്റെ അടുത്തിരിക്കുവിൻ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നീ ഒന്ന് എൻ്റെ അടുത്ത് ഇവിടെ ശാന്തമായിട്ട് ഇരിക്കുക, നീ ഒന്ന് ഇരിക്കുക, നീ ഓടാതെ ചാടാതെ അസ്വസ്ഥമാകാതെ എൻ്റെ അടുത്തിരിക്കൂ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വരുവിൻ സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ ദൈവമുണ്ട്. ആ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ആ ദൈവം നമ്മുടെ രക്ഷകനാണ്. ആ ദൈവം പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുകയില്ല. ആ പ്രത്യാശ മൂലം നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിനെ ചൊരിഞ്ഞിരിക്കുന്നു.
വരുവിൻ, നമുക്ക് നമ്മളിൽ ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാകുന്നു. നമ്മൾ നമ്മുടെ സ്വന്തമല്ല. ഈ ആശയത്തെ മുറുക്കെ പിടിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ നിരവധി കുരിശുകൾ ഉണ്ടാകാം, എന്നാൽ ആ കുരിശുകളെല്ലാം മഹത്വത്തിന് വേണ്ടിയാണ്. ഇവൻ്റെ ഈ പാപം ആര് മൂലമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളെയോ അല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഇവൻ കണ്ണുപൊട്ടനായിരിക്കുന്നത്. എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയ്ക്ക് വകുപ്പില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അബ്രാഹത്തിനോട് കർത്താവ് പറഞ്ഞു, നിനക്കൊരു കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞു. എനിക്ക് കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അബ്രാഹം വിശ്വസിച്ചു. കാരണം പ്രത്യാശയ്ക്ക് ഒരു വകയുമില്ലായിരുന്നു. ഇത്രയും വയസ്സായി, ഇനി ഒരു കുഞ്ഞിനെ കിട്ടുക, ഈ 100ാമത്തെ വയസ്സിലെ ഭാര്യയുടെ ഗർഭമാത്രം വരണ്ടിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് പറയാണ്, നിനക്കൊരു കുഞ്ഞുണ്ടാവും. അബ്രാഹം പ്രത്യാശിച്ചു. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയ്ക്ക് യാതൊരു വകുപ്പുമില്ലാതിരിക്കുമ്പോഴും നമ്മൾ പ്രത്യാശിക്കണം. കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ.